10ാം ക്ലാസ് കെമിസ്ട്രിയിലെ മൂന്നാമത്തെ ചാപ്റ്റർ ആണ് പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ. നമ്മൾ ഓൾറെഡി എങ്ങനെയാണ് ആറ്റംസിൽ ഇലക്ട്രോൺസ് അറേഞ്ച് ചെയ്തേക്കുന്നതൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. പീരിയോഡിക് ടേബിൾ നമുക്ക് ഫെമിലിയർ ആണ്. കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കോൺഫിഗറേഷനും പീരിയോഡിക് ടേബിളൊക്കെ പഠിക്കാൻ ഈ ചാപ്റ്ററിൽ. അതിന് മുമ്പായിട്ട് ഒരു എക്സാമ്പിൾ നമുക്ക് ഇവിടെ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ഡൗൺ ദി ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് മെഗ്നീഷ്യം. മെഗ്നീഷ്യത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? 2. ആദ്യത്തെ ഷെല്ലിൽ 2, രണ്ടാമത്തെ ഷെല്ലിൽ 8 ആൻഡ് മൂന്നാമത്തെ ഷെല്ലിൽ എന്ത് വരും? 2 ഇലക്ട്രോൺസ്. ടോട്ടൽ ഇവിടെ എത്ര വരുന്നത്? 12 ആണ് അറ്റോമിക് നമ്പർ അല്ലെങ്കിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. ഇത് 3 ഷെല്ലിലായിട്ട് ഇവിടെ അറേഞ്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ലീസ്റ്റ് എനർജി വരുന്നത് ഫസ്റ്റ് ഷെല്ലിൽ നിന്നാണ് കേട്ടോ. ആദ്യത്തെ 3 ഷെൽസ് എന്ന് പറയുന്നത് കെ, എൽ ആൻഡ് എൻ. ഓക്കെ, അതില് ഏറ്റവും ദൂരെ വരുന്ന എലമെന്റ് എന്ന് പറയുന്നത് എമ്മും ഏറ്റവും എനർജി കൂടുതൽ വരുന്നത് ഏതിന് തന്നെയായിരിക്കും? എം ഷെല്ലിനും ആയിരിക്കും കേട്ടോ. അപ്പം ഇത് നമ്മുടെ ഈ ഒരു ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ഈ ഒരു അറേഞ്ച്മെന്റ് നമ്മൾ പഠിച്ചത് ബോർ മോഡൽ ബേസ് ചെയ്തിട്ടാണ്. അദ്ദേഹം പറയുന്നത് ഓർബിറ്റ്സിന് ഒരു ഡെഫിനറ്റ് എനർജി ഉള്ള ഓർബിറ്റൽസ് ഉണ്ട്. പറയുന്ന പേര് സ്റ്റേഷനറി എനർജി ലെവൽസ് എന്നാണ്. ഓക്കെ, പക്ഷെ അദ്ദേഹത്തിന്റെ മോഡലിന് ചില ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. ആ ലിമിറ്റേഷൻസ് എന്തിന്റെ ബേസിസിലെന്ന് വെച്ചാൽ ലൂയിസ് ഡി ബ്രോഗ്ലി ഡിസ്കവർ ചെയ്തൊരു വേവ് നേച്ചർ ഓഫ് മാറ്റർ അതിന്റെ ബേസിസിലാണ്. അദ്ദേഹം പറയുന്ന അനുസരിച്ചിട്ട് വേവ് നേച്ചർ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസ് വെച്ച് കാണുന്ന രീതിയിൽ അത്രയും സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ളതാണ്. ഓക്കെ, നമുക്കത് പെട്ടെന്ന് റിക്കഗ്നൈസ് ചെയ്യണമെങ്കിൽ ഒരു ഇലക്ട്രോണിന്റെ പാർട്ടിക്കിൾ നേച്ചറും വേവ് നേച്ചറും നമ്മൾ തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിന്റെ കറക്റ്റ് ഡീറ്റെയിൽസ് പറയാൻ പറ്റും. അതുപോലെയാണ് ഹീസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളും പറയുന്നത്. നമുക്കൊരു ഇലക്ട്രോണിന്റെ പൊസിഷൻ അല്ലെങ്കിൽ വെലോസിറ്റി കറക്റ്റ് ആയിട്ട് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ രണ്ട് തിയറിയുടെയും ബേസിസിൽ നമ്മള് ബോർ ആറ്റത്തിന് കുറച്ച് ലിമിറ്റേഷൻസ് വരുന്നുണ്ട്. ആ ലിമിറ്റേഷൻസ് വെച്ചിട്ട്, അതായത് നമ്മുടെ ഓർബിറ്റൽസിന്റെ കൂടുതൽ ഇലക്ട്രോൺസിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട്, അതായത് ഇലക്ട്രോൺസിന്റെ എന്താണ് സ്വഭാവം, ഇലക്ട്രോൺസിന്റെ പൊസിഷൻ, ഇലക്ട്രോൺസിന്റെ ഷേപ്പ്, അതെല്ലാം പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു മോഡൽ കൊണ്ടുവന്നിട്ടുണ്ട്, ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റം. അതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് കുറച്ച് നമ്പേഴ്സ് ഉണ്ട്, നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ നമ്പേഴ്സിനെ പറയുന്ന പേരാണ് ക്വാണ്ടം നമ്പേഴ്സ്. മെയിൻ ആയിട്ട് ഈ ചാപ്റ്ററിനകത്ത് വരുന്നത് ക്വാണ്ടം നമ്പേഴ്സിനെ കുറിച്ചാണ് കേട്ടോ. ക്വാണ്ടം നമ്പേഴ്സ്. ഓക്കെ, ഈ ക്വാണ്ടം നമ്പേഴ്സ് പഠിക്കുന്നതിലൂടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇലക്ട്രോണിന്റെ പൊസിഷനും ഷേപ്പും പ്രോബബിലിറ്റിയും ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ദ നമ്പേഴ്സ് which are used to describe the characteristics of orbitals and electron based on quantum mechanical model of atom are called quantum numbers. അപ്പൊ ആദ്യത്തെ ക്വാണ്ടം നമ്പർ ആണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. ഓക്കെ, ഫസ്റ്റ് വൺ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. ഓക്കെ, അതിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ എൻ. ഓക്കെ, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ സ്മോൾ ലെറ്റർ. ഓക്കെ, സ്മോൾ ലെറ്റർ എൻ. ഇത് എന്താന്ന് വെച്ചാല് ഇവിടുത്തെ വാല്യൂസ് വരുന്നത് എന്നിന്റെ പോസിബിൾ വാല്യൂസ് വരിക n=1, 2, 3, 4. ഓക്കെ, നമുക്ക് 4 ഷെൽസ് ഉള്ളതായിട്ട് അറിയാം. ഏതൊക്കെയാണ്? കെ ഷെൽ, എൽ ഷെൽ, എം ഷെൽ ആൻഡ് എൻ ഷെൽ. കെ ഷെല്ലാണെങ്കിൽ അല്ലെങ്കിൽ n=1 ആണെങ്കിൽ നമുക്ക് അതെന്തറിയാം? അത് ഏത് ഷെല്ലിൽ വരുന്ന ഇലക്ട്രോൺ ആണ്? കെ ഷെൽ. ഇഫ് n=2 ആണെങ്കിൽ അത് ഏത് ഷെല്ലിൽ വരുന്ന ഇലക്ട്രോൺസ് ആയിരിക്കും? എൽ. n=3 ആണെങ്കിൽ അത് ഏതിൽ വരുന്ന ഇലക്ട്രോൺസ് ആയിരിക്കും? എൻ. ആൻഡ് n=4 ആണെങ്കിൽ അത് വരുന്ന ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് എൻ. ഇങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എന്നിന്റെ നമ്പർ വെച്ചിട്ട് അല്ലെങ്കിൽ എന്നിൽ വരുന്ന ഇലക്ട്രോൺസിന്റെ എണ്ണം വെച്ചിട്ട് ഏത് ഷെല്ലിനകത്താണ് ഈ ഇലക്ട്രോൺസ് വരുന്നത് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. ഓക്കെ, അപ്പൊ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിന്റെ യൂസ് അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ നമ്മൾ പഠിക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്ന് വെച്ചാൽ ഏത് ഷെല്ലാണ് ആ ഇലക്ട്രോൺ വരുന്നത് അല്ലെങ്കിൽ ആ ആറ്റത്തിന് എത്ര ഷെൽസ് ഉണ്ടെന്നൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. ഓക്കെ, n1 ആണെങ്കിൽ കെ ഷെല്ല്, n=2 ആണെങ്കിൽ എൽ, n=3 ആണെങ്കിൽ എം, n=4 ആണെങ്കിൽ എൻ. ഓക്കെ,